എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഒരാഴ്ചത്തോളം കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് പരിപാടി ഇങ്ങനെ ഒപ്പിക്കുന്നു നോക്കിയപ്പോഴാണ് നമുക്ക് ഓൺലൈനിൽ ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്ക്, ഡ്യുവൽ സസ്പെൻഷൻ ഉള്ളത്, ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷനുള്ള ഒരു ഇലക്ട്രിക് സൈക്കിള്, പ്രത്യേകതയുണ്ട്. ഇലക്ട്രിക് സൈക്കിള് ഫുൾ സസ്പെൻഷൻ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇന്ന്. പിന്നെ നമ്മുടെ ജൂണോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈനിൽ സൈക്കിൾ വാങ്ങുന്നവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോ ടിപ്സ് ഞാൻ ചിലപ്പോൾ വീഡിയോയുടെ ഇതിലൊക്കെ പറയും. ഇപ്പം എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അത് പറയും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. വീട് നിറച്ച് വല്ലാണ്ട് കുറച്ചും കൂടെ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് കേട്ടോ വീട്. അപ്പോൾ ഗേറ്റ് ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഴ്സലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഓൺലൈൻ ഡെലിവറി വലിയ പാക്കായിട്ടാണ് കൊണ്ടുവരിക, ടി വിയുടെ പാക്കായിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് കുറച്ചുകൂടി ഒരു ഉപകാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ആ വണ്ടി റിവേഴ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വെക്കുക കേട്ടോ. അവിടെ ഇരുന്നിട്ടായിരിക്കും നമ്മുടെ അൺബോക്സിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാഴ്സൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡെലിവറി വരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു വലിയൊരു വണ്ടിയിലായിരിക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ സാധനം നമ്മുടെ വീട്ടിലേക്ക് അവർ ഡൽഹി വരിക, അങ്ങനെ എന്തോ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. ആ ഒരു സാധനം ഡൽഹി എന്ന് പറഞ്ഞിട്ടൊരു പാഴ്സൽ കമ്പനിയില്ലേ, ആ ഒരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഈ സാധനം, അവരാണ് പാഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. ഇത് വരണത് നമ്മുടെ ഈ മോട്ടറാഡിൻ്റെ ഒരു ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടോ. ഒരു ഫുൾ സസ്പെൻഷൻ ഇലക്ട്രിക് സൈക്കിളാണ്. ഡ്യുവൽ സസ്പെൻഷൻ, ഫ്രണ്ടിലും അതുപോലെ തന്നെ മിഡിലും സസ്പെൻഷൻ ഉള്ളത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ഈ സാധനം പൊളിച്ച് സൈൻ ചെയ്യണോ? നിങ്ങളുടെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഡൽഹി വെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സംഭവം വരണത്, ഇലക്ട്രിക് സൈക്കിൾ. ഓ, പാക്കിങ്ങും സംഭവങ്ങളൊക്കെ അടിപൊളിയുണ്ട്. ഉള്ളിലേക്കൊന്ന് വെച്ചാൽ ഉപകാരമായിരുന്നു. പിടിക്കണോ? അപ്പോൾ അവർ ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അൺബോക്സിങ് പരിപാടികളാണ്. സോ ഇതാണ് സംഭവം വരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ വരണത്. നമുക്ക് ഈ സാധനം ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ നമുക്ക് ഈ സാധനം വന്നിരിക്കുന്നത് പൂനെന്നാണ് കേട്ടോ. പൂനെന്നാണ് നമുക്ക് ബൈക്കും കാര്യങ്ങളും അയച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ ബില്ലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ സാധനം പൂനെന്നാണ് വരണത്. 4 ദിവസം 5 ദിവസം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 5 ദിവസം എടുത്തിട്ടുണ്ട്. സോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ അവിടേക്കൊക്കെ ഡെലിവറി ഓൺലൈൻ. ഇത് നിങ്ങൾക്ക് കിട്ടണത് ചിലപ്പോൾ ഇത് ആമസോൺ ഡെലിവറി, ആമസോണിലായിരിക്കും ഈ സാധനം പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് വരണത്, എനിക്ക് സെപ്പറേറ്റ് ഇത് വരണത്, നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ വരണതല്ലേ. അപ്പോൾ നമുക്കിത് പയ്യെ ലോക്ക് ചെയ്തിട്ട്, നല്ല മഴക്കാരുണ്ട് കേട്ടോ ആ ഭാഗത്ത്, അവിടെ നിന്ന് നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് പയ്യെ അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. എന്താണ് ഫുൾ സസ്പെൻഷൻ ഓൺലൈനിൽ ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഒരു ഗൈഡൂണ് ഞാൻ പലവട്ടം തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അൺബോക്സിങ് ഒരു വേറെ തന്നെ ഒരു ഫീൽ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമല്ല അൺബോക്സിങ് വീഡിയോസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അൺബോക്സിങ് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കാട്ടിത്തരാനും വേണ്ടിയിട്ട്. സോ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ ഇത് മോഡൽ ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഈ മോട്ടറാഡിൻ്റെ EMX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. ഈ മോട്ടറാഡിൻ്റെ EMX എന്ന് പറഞ്ഞ സംഭവമാണ്. ഏകദേശം 42,000 രൂപയാണ്. നിങ്ങൾക്ക് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ധൈര്യമായിട്ട് വാങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ സൈക്കിളാണ് കേട്ടോ ഈ മോട്ടറാഡ്. അത്യാവശ്യത്തിന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്കിത് പയ്യെ അൺബോക്സ് ചെയ്യാം കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇതുണ്ടല്ലോ, ഫേസ് ഉണ്ടല്ലോ, മാർക്കറ്റിംഗ് ഫേസ്, അല്ലെങ്കിൽ ഇതിൻ്റെ അതിനെന്താ പറയാടാ, മാർക്കറ്റിംഗ് ഫേസ്, അല്ലെങ്കിൽ ഇതിന് അംബാസിഡറോ അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറോ. അപ്പോൾ കല്യാൺ സിൽക്സിന് പൃഥ്വിരാജ് എന്ന് പറയില്ലേ, ആ പൊസിഷൻ എന്താ പറയാ? ബ്രാൻഡ് അംബാസിഡർ എന്നാണ്. അത് MS ധോണിയാണ് കേട്ടോ. MS ധോണിനെ അതിന്റെ സൈക്കിൾ, ആ ബൈക്ക് MS ധോണി ഉപയോഗിച്ച സൈക്കിളിന്റെ റിവ്യൂ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ പിന്നാലെ വരും. ഇതിപ്പോ വേറൊരു ആ ഒരു ബ്രാൻഡിന്റെ തന്നെ വേറൊരു സൈക്കിളാണ്. സോ ഈ മോട്ടറാഡ് ഇവിടെ ബ്രാൻഡിങ് കാണാം. ഇതാ എൻ്റെ മോനെ, ഫുൾ സസ്പെൻഷൻ ബൈക്ക് ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യണത്. നോക്കി, ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മോട്ടറാഡിൻ്റെ ഫുൾ സസ്പെൻഷൻ സൈക്കിൾ നമ്മൾ ഫസ്റ്റ് ടൈം അത് പിടിച്ചോ. അനിയൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്തിട്ടാ, ഇതൊക്കെ നമുക്ക് മുന്നത്തെ പെട്ടിയിലുണ്ടായിരുന്നോ? ഫോർ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് കോൺടാക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാദ്യമായിട്ടാണ് നമുക്ക് കിട്ടണ കേട്ടോ. ഇത് മുന്നേ കിട്ടിയിരുന്നു നമുക്ക്? ആ അൺബോക്സിങ്ങിൽ മുന്നേ ഇത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇത് അതിൽ ഉള്ളിലത്തെ ചിലപ്പോൾ സെയിം ആയിരിക്കും. ബാറ്ററിയും ഒറ്റൊരു ബോക്സ് ആക്കിയതായിരിക്കും ചിലപ്പോൾ. അതിലാക്കിയതാവും കേട്ടോ, അറിയില്ല. അത് സപ്പോർട്ട് ആ നമ്പർ ഒന്ന് കാട്ടിയെന്ന് തോന്നുന്നു.
ഈ മോട്ടോറാഡിൻ്റെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, ഇമെയിൽ ചെയ്യണമെങ്കിൽ സർവീസിന്. ഇവരുടെ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അവർ പറഞ്ഞു തരും കേട്ടോ, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കാട്ടിത്തരാം. ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, ഒന്ന് ആടാ അതൊറ്റൊരു പെട്ടിയുള്ളൂ കേട്ടോ, വേറെ ബോക്സോ കാര്യങ്ങളൊന്നും ഇല്ലേ ഇതിൽ. ചിലപ്പോൾ ആ ഒരു പെട്ടിയിൽ തന്നെയാണ് ഫുള്ള് ഇത് വെച്ചിരിക്കണം കേട്ടോ. അതന്നെ സെയിം ഇതായിരിക്കും കേട്ടോ. ഇനി ഓരോ ടയർ എടുത്തോ, ആ ടയർ എടുത്ത് പൊക്കിയേ. അത് നിനക്ക് പൊക്കാൻ പറ്റും, സൈക്കിൾ അറ്റാച്ച്ഡ് അല്ലേ, പയ്യെ പൊക്ക്. അത് ഫ്രെയിമായിട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെഡലിൻ്റെയും ഇതിൻ്റെയും ഇടയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്ന് എടുത്ത് കാട്ടണത് എനിക്കിത് തിരിച്ച് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യണേന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളും കാട്ടണത് കേട്ടോ. പിന്നെന്താ അവിടെ വേറെ വരണം ഉണ്ടോ നോക്കിയേ. ഇതെന്താ ബാറ്ററിയുടെ ഹോണാണോ? ബാറ്ററിയുടെ വയർ കണക്ഷൻ ഉണ്ടല്ലോ, പൊളിച്ച് നോക്കി നോക്കാം കേട്ടോ. അത് പൊളിച്ച് നോക്കിയേക്കാം, ആ എടുത്ത് നോക്കി. പിന്നെ ഇത് സീറ്റ് കവറ്, ഇത് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. എന്താ ഇങ്ങനെ ഊരിയെടുത്തു സീറ്റ് കവറ്. പിന്നെ എന്നിട്ടാ ഇത് നമ്മുടെ താക്കോലുകൾ 1 2 3 4 താക്കോല്, 2 എണ്ണം, രണ്ട് സെറ്റാണെന്നുണ്ട് കേട്ടോ അല്ലേ. ഒന്ന് താക്കോല് തിരിക്കാനും ഒരെണ്ണം ബാറ്ററി ഇതായിരിക്കും കേട്ടോ. മഡ് ഗാർഡൊക്കെ വരുന്നുണ്ട്, കൊള്ളാലോ, മഡ് ഗാർഡ് ഉണ്ടല്ലോ. പിന്നെ ഇനി വേറെ ബോക്സുകൾ വലുതുണ്ടോ അതിൻ്റെ ഉള്ളിൽ? വേറെ ഒന്നുമില്ലല്ലോ. ആദ്യം നമുക്ക് ഈ സാധനം പൊളിച്ച് നോക്കാം, എന്നിട്ട് അവസാനം സൈക്കിൾ എടുക്കാം. സൈക്കിൾ എടുക്കണേക്കാട്ട് മുന്നേ ബാക്കി ആ ടയറും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുള്ള ടയറും കാര്യങ്ങളും നിങ്ങൾ റെഡി ആക്കി വെക്കണം കേട്ടോ. എന്നാലാണ് സൈക്കിൾ ഉള്ളിൽ നിന്ന് പൊക്കിയിട്ട് ടയർ അപ്പം തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സൈക്കിൾ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ചേക്കാൻ വേറൊരാൾ വേണ്ടി വരും കേട്ടോ. ഇപ്പം അനിയനുണ്ട്, ഗിഫ്റ്റ് ബോക്സാ, ഇത് കൊള്ളാല്ലേ, അടിപൊളിയായിട്ടാ സാധനം. നോക്കി ഇത് ഒരെണ്ണം മറ്റേ എനിക്ക് ഓർമ്മ നേപ്പാളില് താലി കിട്ടുമ്പോ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടാ. ഇത് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഒരു ബോക്സ് ആക്കിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതെ, അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന വീഡിയോസ് ആണ്. അതാരും മറക്കരിക്കും കേട്ടോ. ടെസ്റ്റഡ് ഇത് സീല് വേണമെന്നുണ്ട്. ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ സീല് അല്ലെങ്കിൽ ഈ ബാറ്ററി അവർ ഫൈനൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തായാലും ഉണ്ട്. ഇവിടെ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബാറ്ററി ആയിരിക്കും കേട്ടോ. അതൊന്ന് കുഴപ്പമില്ല, ഇല്ല പാക്കേജിലാണ്. ഇത് ഇങ്ങനെ വെക്കാം കേട്ടാ. ഇനി ഇതെന്താ ബാറ്ററി ആണോ? ബുക്കാ ഇത് പയ്യെ തുറക്കാൻ ചിലപ്പോ പുറത്തേക്ക് ചാടൂട്ടാ. ഇതിന്റെ ഉള്ളിൽ മറ്റേ സംഭവം മണത്തേക്ക് നല്ല മണം കേട്ടാ. സത്യം നല്ല മണം, സീരിയസ്ലി മണം കേട്ടാ. ഇതെങ്ങനെയാ തുറക്കാ ഈ സാധനം? എവിടെയാ? ഈ മോട്ടറിന്റെ എടാ ഇത് അല്ലെങ്കിൽ അത്യാവശ്യം കാശ് വരുത് നമ്മുടെ ഇങ്ങനത്തെ പറഞ്ഞല്ലേ ഇത്രയ്ക്ക് ഈ ഒരു ചെറിയ സംഭവം നമ്മുടെ. അമ്മ എന്റെ പൊന്നെ ഹൈ ക്വാളിറ്റി സാധനം ഒന്നല്ല, പക്ഷെ കാര്യം നടക്കും. ഇത് എന്നിട്ട് ഇതിന്റെ ഉള്ളില് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. മറ്റേ എടാ ഇത് മറ്റേ വേറെ ടൂൾസ് ഉണ്ട് അതിന്റെ ഉള്ളില്, നോക്കിയേ. ഇത് മറ്റേ ടൂൾസ്, ഓരോരോ നട്ട് ബോൾട്ടുകള് ടൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങള് പൊളിച്ച്. മുമ്പൊന്നും ഇതുപോലെ എനിക്ക് എക്സ്പീരിയൻസ് അതെ. ഇത് തന്നെയുണ്ട് കേട്ടോ. ഇതിന്റെ സ്പാനർ കാര്യങ്ങള് 10-ന്റെയും 15-ന്റെയും സ്പാനർ ഉണ്ട്. ഇതാണ് ഫ്രണ്ടിലത്തെ എല്ലങ്കിയും കാര്യങ്ങളൊക്കെ ഇടണ സംഭവം, എല്ലങ്കി ഇടണത്. ഇത് എന്റെ പൊന്ന് ഈ സാധനം മറ്റേ കീ ചെയിൻ പോലെ നമ്മുടെ ഹണ്ടറിന് ഇടാം. ഹണ്ടറിന് ഈ സാധനം ഇടാം കേട്ടാ. ഹണ്ടറിന് ഒരു കീ ചെയിൻ തപ്പി നടക്കായിരുന്നു, സാധനം കീ ചെയിൻ കിട്ടിയിട്ടുണ്ട് നോക്കി. കീ ചെയിൻ പിന്നെന്തൊക്കെയാ, എനിക്ക് ബോക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൂടാ. എന്റെ പൊന്നെ ഈ ബോക്സ് നിങ്ങൾ നോക്കുക, അടിപൊളിയായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വല്ല സ്വർണ്ണം അങ്ങനെ വല്ലതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ബോക്സിന്റെ അതേ ക്വാളിറ്റി തന്നെ ഇതിന് കാണുന്നുണ്ട് കേട്ടോ. ഇത് പൊളിച്ചു കേട്ടോ. ഇത് എന്തായാലും ഒരു നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആയിട്ടാ. അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കിട്ടാ. ഈ ബോക്സും തിരിച്ചു കൊടുക്കണ്ട കേട്ടാ, സൈക്കിൾ മാത്രം കൊടുത്താൽ മതി ചോദിക്കുകയാണെങ്കിൽ. ഇനി അതവിടെ ഇരുതോട്ടെ. പിന്നെ എന്നിട്ടാ അല്ല ഇത് സാധനങ്ങൾ വയ്ക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കി. ഇനി നമുക്ക് ഇത് പൊളിക്കാട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ജ്വല്ലേഴ്സ്
സർപ്രൈസാ. ഇത് മറ്റേ ഇതിന്റെ അതിന്റെ ഒന്നല്ല, മറ്റേ 10 പവന്റെ മാല തുറന്നു നോക്ക്. എവിടെയാണ് ഓപ്പണിങ്? അമ്മയ്ക്ക് അങ്ങനെയാ. അഭിനയിച്ചു കൊള്ളാം. നല്ല മുതലല്ല. അല്ല അമ്മാവിക്ക് ഒരു ക്യാമറ വെറുതെ കൊടുത്തു വിട്ടാ മതി കേട്ടാ. അമ്മാവ ഫുള്ള് വ്ളോഗ് ചെയ്തോളും, നിർത്താണ്ട് വ്ളോഗ് ചെയ്തോളും. ഈ സാധനം ഇനി നമുക്ക് സീരിയസ് ആയിട്ട് നോക്കാം. ഇത് ആക്ച്വലി ചെറിയൊരു ബോക്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ പെഡലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് യൂഷ്വലി അങ്ങനെ തന്നെയായിരിക്കും വരാം. ഞാൻ പക്ഷേ ഈ ഐറ്റംസ് വെച്ചതിൽ അത് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടാണ് നോക്കിയാൽ. ഇതാ ഇത് നമ്മുടെ പെഡല് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സാണ്. കമോൺ ബോയ് തുറന്ന്. ഓ അത് കൊള്ളാം. പെഡൽ ഈ സാധനം കുറച്ചുകൂടി ഗ്രിപ്പുള്ളത്. ഈ ഇത് കണ്ട കുറച്ചൊരു മൊന കണ്ട ഈ ഭാഗത്ത്, ഇത് കുറച്ചുകൂടി ഉപകാരപ്പെടും. മറ്റേതൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പെഡൽ തന്നിട്ടുണ്ട്. ഇത് പിന്നെ നേരത്തെ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാട്ടിയില്ല. ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ഇതായിരിക്കും കേട്ടോ, ബാറ്ററി ആയിരിക്കും. അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ലിയാൻ ബാറ്ററി ചാർജ് അതന്നെ മാനുവൽ, അതിൻ്റെ മാനുവലും കാര്യങ്ങളും. ഇതാ ബാറ്ററി നോക്കിയേ, ഇതാണ് ബാറ്ററി വരുന്നത് കേട്ടോ. യൂഷ്വൽ നമുക്ക് സാധാരണ നമുക്ക് അൺബോക്സിങ് വീഡിയോസിൽ നോർമൽ കാട്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ വേറൊരു സാധനം വയറുള്ളത് നേരത്തെ കാട്ടിയിരുന്നില്ല, അത് അൺബോക്സ് ചെയ്യാൻ മറന്നു പോയി കേട്ടോ. ഇതെന്തായിരിക്കും? ഇതെനിക്ക് നമുക്ക് ഹെഡ്ലൈറ്റ് ആയിരിക്കും കേട്ടോ, ഹെഡ്ലൈറ്റ് സംഭവങ്ങളായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാറിന്റെ അല്ലേ, നമ്മുടെ ഒരു 2 ബർഗറിന്റെ ഒക്കെ ബണ്ണില്ലേ, ആ ബണ്ണ് വെച്ചോണ്ടിട്ട് ഇതിന്റെ പ്രകാശം. എന്റെ ദൈവമേ നോക്ക്, നോക്കിയടാ എന്റെ കൈയിന്റെ ഉള്ളിലേക്കുണ്ടാ, നിന്റെ കൈയിന്റെ മേലേക്കുണ്ടോ നോക്കിയേ. അല്ലേ, ഒരു കൈയിന്റെ ഫുള്ള് ഇതിലേക്കുണ്ട് കേട്ടോ, ഉള്ളം കൈ ഫുള്ള് നിറഞ്ഞിരിക്കുന്നുണ്ട് ഈ സാധനം. അപ്പൊ ഇത് അൺബോക്സ് ചെയ്തു. ഇതും ഇനി എടുത്തു വെച്ചോ. ഇനി നമുക്ക് ആകെ കൂടി എടുക്കേണ്ടത് ഈ സംഭവമാണ് കേട്ടോ. ഇത് സംഭവം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടയറിലേക്ക് അത് ഇടാം. ഇതാ ടയറിലേക്ക് ഇതെടുത്ത് കളഞ്ഞേടാ. ഇതെടുത്ത് അതിൻ്റെ പ്രൊട്ടക്ടറാണ് ഉണ്ടാകുക, എന്ന് വെച്ചാൽ ഈ സാധനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സൈക്കിൾ പയ്യെ പൊക്കാട്ടാ. പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴൂട്ടാ, വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ ഇത് പയ്യെ പൊക്കാം ഗൈസ്. കണ്ടിട്ട് 2 പേര് വേണ്ടിയാലും തോന്നുന്നുണ്ട്. അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ട്, മുറിഞ്ഞ വെയിറ്റ് ഉണ്ടാവും. ഓ മോനെ ഇത് മാറ്റിയ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ വരുന്നത്, ഫുൾ സസ്പെൻഷൻ ഇലക്ട്രിക് സൈക്കിൾ ഇട്ടത്. ഇതാണ് ഇതിൻ്റെ കോലം വരുന്നത്. ഇവിടെയാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, മഡ് ഗാർഡ് വരുന്നുണ്ട്. ഇതാ പെഡലും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അവർ പെഡലും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഈ ഭാഗം ഇങ്ങോട്ട് തിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഹാൻഡിൽ ബാർ ഇപ്പുറത്തേക്കാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ സേഫാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ സാധനത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് പരമായിട്ടുള്ള മെക്കാനിസം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് സേഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ കെട്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ചാർജ് ചെയ്യേണ്ടത്. ഇത് റിമൂവബിൾ ബാറ്ററി ആയിരിക്കും. നമുക്കിതൊന്ന് പയ്യെ അറേഞ്ച് ചെയ്യാം കേട്ടോ, അതിന് ഒരാളുടെ ഹെൽപ്പ് കൂടി വേണം. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ ഗൈസ്, ഇലക്ട്രിക് സൈക്കിൾ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനൊന്നുമില്ല. ഈ ഹാൻഡിൽ ബാർ ഇതിൻ്റെ സെലോ ടൈപ്പ് അഴിക്കുക, ഇതിലേക്ക് ഫിറ്റ് ചെയ്യുക, ആ ടയർ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുക കേട്ടോ, പെഡൽ വയ്ക്കുക, വേറെ ഇതൊന്നുമില്ല. ബാറ്ററി ചാർജ് ചെയ്യണം, ബാറ്ററി ചാർജ് ചെയ്യാൻ അവസാനം ചാർജ് ചെയ്യാൻ വയ്ക്കാം. നോക്കാം, നീ പെഡൽ അഴിച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം.
നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഈ ഒരു സംഭവം ഉള്ള കാരണം, ഈ ഒരു ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ഉള്ള കാരണം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ക്രൂവ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ടൂളും അവർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സൈക്കിൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടിൽറ്റ് ചെയ്താൽ മതി കേട്ടോ. കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂവ് സുഖമായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ സ്ക്രൂ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്കിതിപ്പോൾ ഫിറ്റ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് മെൻഷൻ ചെയ്തതാണ് കേട്ടോ. ഇൻ കേസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ സാധനം വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ. ഈ സാധനം അങ്ങോട്ടൊന്ന് ടിൽറ്റ് ചെയ്താൽ മതി. ഗൈസ്, ഈ സാധനം ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സംഭവം ഉള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ കണ്ട ഇവിടെ ടൈറ്റ് ചെയ്യണത് കണ്ട. അത് അങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വേറെ ഇതുകളും കാര്യങ്ങളൊന്നുമില്ല. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു ജോയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ജോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തുടാ ഇടിയോട്ടണതാ എൻ്റെ പൊന്നെ. ഈ ജോയിൻറ്റ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അതെ, ഞാൻ ഈ ജോയിൻറ്റ് കണക്ട് ചെയ്ത് കാട്ടിത്തരാം. ഈ ജോയിൻറ്റ് ഇത് രണ്ടും ഇത് നമ്മുടെ ബാറ്ററിമെന്ന് വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇതുള്ളത് കേട്ടോ. 3 എണ്ണമാണ്, 3 പിന്നാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ ഭയങ്കര ഇതാണ് കേട്ടോ. എൻ്റെ ദൈവമേ, കാരണം ഭയങ്കര ഇതാണ്. സാധനം വളഞ്ഞു പോകുന്ന എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര 3 പിന്ന അതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ അത് സൂക്ഷിച്ച് 3 എണ്ണം ഡയറക്ഷൻ നോക്കി ആ സാധനം അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സെറ്റ്. ഇത് കണക്റ്റായി. ഇത് ഇനി സേഫായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യാം. ഇനി നമുക്ക് ആക്ച്വലി അതിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. EMX എന്നുള്ള ഈ മോട്ടറാഡിൻ്റെ EMX. ഇനി ഇതിൽ ബാറ്ററി ചാർജ് ചെയ്യണം, പെഡലിടണം, വേറെ പരിപാടികളൊന്നുമില്ല. ഇത് എയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വെയിറ്റിന് കുറച്ചുകൂടി എയർ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് താന്നു കൂട്ടാം. നിങ്ങൾ ആ മൂലയ്ക്ക് നോക്കി, അവിടേക്ക് നല്ല നല്ല മഴക്കാരുണ്ട് കേട്ടോ. ഏതാ ഇതിൻ്റെ സാധനം? ഈ സാധനമാണ് കേട്ടോ. ഇതൊന്ന് ഓൺ ചെയ്ത് ഇത് ഓണായി. നോർമൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. എൻ്റെ മോനെ മഞ്ഞടാ, മഞ്ഞ പച്ച. എനിക്ക് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും കേട്ടോ. ഇതിൻ്റെ ഈ കളറ് എന്ന് വെച്ചാൽ ബ്ലാക്ക്, ഇതിനെന്താ പറയണ ലൈറ്റ് ഗ്രീൻ, ഫ്ലൂറസെന്റ് കളറ്. പിന്നെ ഏതൊക്കെ കളറുള്ളത്? ബ്ലാക്കും ഫ്ലൂറസെന്റും അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇതിലും വന്നിരിക്കണേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. സ്പീഡ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേടാ സ്പീഡ് കൂട്ടണു 5 ഫുൾ സ്പീഡ്. ബാറ്ററിയുടെ ഇതിൽ അല്ല, ഇത് പെഡൽ അസിസ്റ്റന്റ് അല്ലേ. ബാറ്ററി 2 കട്ടയുണ്ടെന്നാ കാട്ടണ കേട്ടാ. വേണമെങ്കിൽ സ്റ്റാൻഡ് ഇട്ടിട്ട് സെറ്റ് മോനെ, സെറ്റ് പെഡൽ വയ്ക്കാട്ടാ. അപ്പോൾ സാധനം അടിപൊളിയായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ ആ ഒരു ഫീലും കിട്ടി. പിന്നെ മറ്റേ ആ ലോഗോയും അങ്ങനത്തെ കാര്യങ്ങളും അത് ഫസ്റ്റ് ഇംപ്രഷൻ കാണുമ്പോൾ ഇതിന്റെ റേഞ്ചും കാര്യങ്ങളും എല്ലാമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വ്ളോഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ. അൺബോക്സിങ് വീഡിയോ. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു അൺബോക്സിങ് ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഫുൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ എത്ര റേഞ്ച് കാര്യങ്ങളെല്ലാം കിട്ടും എന്നുള്ളത് നമ്മളെ തുടർന്ന് വരുന്ന വീഡിയോസിൽ വരട്ടെ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കിഡിലൻ ഇലക്ട്രിക് സൈക്കിളുകളും കിഡിലൻ ബൈക്കുകളും അതുപോലെ തന്നെ കിഡിലൻ സൊമാറ്റോ വ്ളോഗുകളും എല്ലാമായിട്ട് നമുക്ക് സ്റ്റേ ട്യൂൺഡ്. കിടിലം വ്ളോഗുകൾ വരാനുണ്ട് ഗൈസ്. അപ്പോൾ ബൈക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ ഞാൻ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ റിവ്യൂ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ബൈ ഗൈസ്. ഈ സാധനം ഇത് ബാക്കിലത്തെ മഡ് ഗാർഡ്, ഇത് ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ്. അപ്പോൾ ലൈറ്റ് വെക്കുന്നതോടുകൂടി ഈ മഡ് ഗാർഡ് കൂടി വെക്കണം കേട്ടോ. ഞാനത് മറന്നുപോയി. ഈ മഡ് ഗാർഡ് ഇവിടെയും വരും കേട്ടോ. ഒരെണ്ണം ഇത് ഇങ്ങനെ ഒരു മഡ് ഗാർഡ് കൂടി ഉണ്ട്. ഞാൻ ബോക്സിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇവിടെ അത് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 മഡ് ഗാർഡ് കൂടി ഉണ്ട്. സോ ഇതൊന്നും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെറ്റ് ഗൈസ്. ഇത് പറയാൻ വിട്ടുപോയി.